ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന് ലോകം വാഴ്ത്തുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19 ഭാരതം ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നു. സ്വാതന്ത്ര്യ സമര കാലത്ത് കുട്ടികളെ സംഘടിപ്പിച്ച് വാനരസേന രൂപീകരിച്ച് രാഷ്ട്രീയ രംഗത്തെത്തിയ ഇന്ദിരാ പ്രിയദർശിനി ഇന്ത്യയുടെ ആദ്യത്തെയും ഏകവുമായ വനിതാ പ്രധാനമന്ത്രിയായി ചരിത്രം കുറിച്ചു. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചും രാജകുടുംബങ്ങൾക്കുള്ള പ്രിവി പേഴ്സ് നിർത്തലാക്കിയും സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യയെ നിർണായക വിജയത്തിലേക്ക് നയിച്ച അവർ യുദ്ധാനന്തരം പാകിസ്ഥാനുമായി 1972 ജൂലൈ 2 ഷിംല കരാറിൽ ഒപ്പുവെച്ചു. ആ വർഷം തന്നെ ഭാരതരത്നം നേടിയ ആദ്യ വനിതയായി ഇന്ദിര മാറി. ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലെ ചരിത്രപരമായ പങ്കിന് മരണാനന്തരം ബംഗ്ലാദേശ് അവരെ ബംഗ്ലാദേശ് സ്വാധീനത സമ്മാൻ നൽകി ആദരിച്ചു. 1974 ആദ്യ അണുബോംബ് പരീക്ഷണമായ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ, 1975 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ എന്നിവ അവരുടെ ധീരവും എന്നാൽ ഏറെ വിവാദങ്ങൾക്കിടയാക്കിയതുമായ തീരുമാനങ്ങളായിരുന്നു. 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം അതേ വർഷം ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് അവർ വധിക്കപ്പെട്ടു. ന്യൂഡൽഹിയിൽ യമുന തീരത്തുള്ള അവരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശക്തിസൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർക്കുക, ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന പുസ്തകം എഴുതിയത് NS മാധവൻ. 2013 നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ ആരംഭിക്കുകയും 2017 ഏപ്രിൽ 1 SBI ലയിക്കുകയും ചെയ്ത ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്ക്.